സ്തുതി. ആകാശവും ഭൂമിയും തന്റെ സ്തുതി കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ബലവാനായ തമ്പുരാൻ പരിശുദ്ധൻ 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 വരങ്ങൾ സ്തുതി. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവരെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവരെ. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു, നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവരെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് ഉണ്ടാകണമേ. കർത്താവേ, ശുശ്രൂഷ പ്രാർത്ഥന കേൾക്കുന്നതിനോട് ദൈവമേ നിനക്ക് സ്തുതി. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, സമാധാനം. ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹാ തമ്പുരാനെ, നിന്റെ തിരുവിഷ്ടം പ്രവർത്തിപ്പാൻ ഞങ്ങളുടെ ബലഹീനതയെ ശക്തിപ്പെടുത്തണമേ. ഞങ്ങളുടെ സൃഷ്ടാവാകുന്ന മിശിഹ വെടിപ്പോടും വിശുദ്ധിയോടും കുറ്റം കൂടാതെയും മലിനത കൂടാതെയും നിന്റെ തിരുമുമ്പാകെ നിന്ന് പ്രാർത്ഥിപ്പാൻ നിന്റെ ദൈവത്വത്തിൻ്റെ ആദ്യന്തമില്ലാത്ത കരുണകളാൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ സത്യമുള്ള ശരണം, ബലമുള്ള ആശ്രയവും ഞങ്ങളുടെ ബലഹീനതയുടെ അഭയസ്ഥാനവുമാകുന്ന യേശു മിശിഹ, നിനക്ക് തിരുവിഷ്ടമുണ്ടായി ഞങ്ങളുടെ എളിയ ആത്മീയ ജീവിതത്തെ നാശത്തിൽ നിന്ന് രക്ഷിക്കണമേ. നിന്റെ കൃപയ്ക്ക് തിരുവിഷ്ടമുണ്ടായിട്ട് ഇല്ലായ്മയിൽ നിന്ന് ഞങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയതുപോലെ കുറ്റക്കാരായ ഞങ്ങളുടെ മേൽ തിരുവിഷ്ടമുണ്ടായി ഞങ്ങളുടെ ജീവകാലമെല്ലാം നിന്റെ ദൈവത്വത്തിൻ്റെ ഇഷ്ടം പ്രവർത്തിപ്പാനും നിവർത്തിപ്പാനും ഞങ്ങളെ ശക്തിപ്പെടുത്തി സഹായിക്കണമേ. ഉത്തമനും ദയവാനുമായ കർത്താവെ, ഞങ്ങളുടെ പ്രാർത്ഥന വിശുദ്ധിയും തേജസ്സുമുള്ള നിന്റെ ആലയത്തിലേക്ക് പ്രവേശിക്കുമാറാകണമേ. കർത്താവെ, ശത്രുക്കൾ ഞങ്ങളിൽ വരുത്തി കൂട്ടുന്ന അന്യവിചാരങ്ങളിൽ നിന്ന് നിന്റെ കരുണയാൽ ഞങ്ങളെ ഒഴിവാക്കണമേ. അന്യവിചാരങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ പതറിക്കാതെ നിന്റെ കൃപയാൽ ഞങ്ങളെ കൂട്ടിച്ചേർക്കണമേ. ഞങ്ങളുടെ നേരെ കോപിച്ചിരിക്കുന്ന നാശകരമായ കഠിന ഓളത്തിൽ നിന്ന് നിന്റെ കൃപയാൽ നിന്റെ ശ്രേഷ്ഠതയിലേക്ക് ഞങ്ങളെ തിരിപ്പിക്കണമേ. ഞങ്ങളുടെ കർത്താവെ, നിന്റെ ഇഷ്ടത്തിനൊത്തവണ്ണം ഞങ്ങൾ മുഴുവനും നിന്നിൽ ഒന്നായിരിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ബലഹീനരും ഭാവികളുമായ ഞങ്ങളുടെ ശരണമാകുന്ന മിശിഹ, നിന്റെ സർവ്വകൃപകൾക്കും വേണ്ടി ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നുവന്നേക്കും നിന്നെ സ്തോത്രം ചെയ്യുവാനായിട്ട് ഞങ്ങളുടെ വായനയുടെയും ശുശ്രൂഷയുടെയും പ്രാർത്ഥനയുടെയും സമയത്ത് നീ ഞങ്ങളോട് കൂടിയായിരിക്കണമേ. ആമേൻ. നമുക്ക് ഒരു നിമിഷം ദൈവസന്നിധിയിൽ ശിരസ്സുകളെ നമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, തിരുസഭയെ നീ കാത്തുകൊള്ളണമേ. നാഥ, അവിടുന്ന് ഈ സഭയെ നയിക്കുവാനായി നിയോഗിച്ചിരിക്കുന്ന സഭ മേലധ്യക്ഷൻ പരിശുദ്ധ ബാബ തിരുമനസിനെയും വിവിധ ഭദ്രാസനങ്ങളിലായി നിന്റെ വേല തികയ്ക്കുന്ന മേൽപ്പട്ടക്കാരെയും വലിയ ബാബ തിരുമേനിയെയും അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം നടപടിയായി നിർവഹിക്കേണ്ടതിന് തുണയ്ക്കണമേ. കർത്താവേ, തിരുസഭയുടെ മുന്തിരിത്തോപ്പിലെ വേലക്കാരായി അവിടുന്ന് കൽപ്പിച്ചാക്കിയിരിക്കുന്ന എല്ലാ പട്ടക്കാരെയും അവിടുന്ന് ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം തിരുമുഖത്തേക്ക് നോക്കി തിരുഹിതം തിരിച്ചറിഞ്ഞ് നിർവഹിക്കുവാൻ ശക്തി കൽപ്പമുള്ളവരാക്കി അവിടുന്ന് തൃക്കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണമേ. സഭയുടെ
വടക്കൻ ഭദ്രാസനങ്ങളിലും മറ്റ് ഇടങ്ങളിലുമായി നിന്റെ തിരുഹിതത്തിന് എതിരായി പ്രവർത്തിക്കുന്ന ശക്തികളെ നേരിടുവാൻ അവിടുന്ന് സഭാമക്കളെയും സഭയ്ക്ക് നേതൃത്വം നൽകുന്നവരെയും ശക്തീകരിക്കണമേ. ആയുധമെടുത്തല്ല, നിന്റെ വചനവും നിന്നോടുള്ള ഭക്തിയും ഞങ്ങൾ ആയുധമായി സ്വീകരിച്ച് സമ്പൂർണമായി നിന്നിൽ ആശ്രയിച്ച് പൈശാചിക ശക്തികളെ അതിജീവിക്കുവാൻ ഞങ്ങളെ കൽപ്പുള്ളവരാക്കണമേ. വടക്കൻ ഭദ്രാസനങ്ങളിൽ പീഡ അനുഭവിക്കുന്ന നിന്റെ മക്കളെ ഞങ്ങൾ തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. തിരുസഭയോടുള്ള ഭക്തിയും നിന്നിലുള്ള വിശ്വാസവും സത്യവിശ്വാസത്തിലുള്ള അടിയുറച്ച ബോധവും നീ അവർക്ക് നൽകി. കർത്താവെ, പീഡനങ്ങൾ നിന്നിൽ ആശ്രയിച്ച് ക്ഷമയോട് വഹിക്കുവാൻ അവിടുന്ന് അവരെ എടുത്തുപയോഗിച്ചാലും കർത്താവെ, അറിവില്ലായ്മയോടുകൂടെ തിരുസഭയ്ക്കെതിരായി മല്ലടിക്കുന്ന പോരാടുന്ന വിരുദ്ധ ശക്തികളെ, വിഘടിത ശക്തികളെ അവിടുന്ന് മാനസാന്തരത്തിൻ്റെ വഴിയിലേക്ക് വഴി നടത്തണമേ. സത്യം തിരിച്ചറിയുവാൻ അവർക്ക് അവരുടെ ബോധത്തെ നീ പ്രകാശിപ്പിക്കണമേ. സഭ ഒന്നായി നിന്റെ തിരുസന്നിധിയിൽ നിൽപ്പാൻ പരിശുദ്ധാത്മാവ് ഞങ്ങളിലും എല്ലാവരിലും വ്യാപരിക്കണമേ. ഇന്ന് ഈ സംഗമത്തിൽ വന്നെത്തിയിട്ടുള്ള എല്ലാ പട്ടക്കാരെയും മേൽപ്പട്ടക്കാരെയും സഭാ നേതൃത്വ സ്ഥാനികളെയും പ്രവർത്തകരെയും നിന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കട്ടെ. വന്നെത്തിയിട്ടുള്ളവരും വന്നെത്തുന്നവരുമായ എല്ലാവരെയും സഹായിക്കണമേ. ഇന്നത്തെ ഈ സംഗമവും പ്രാർത്ഥന യജ്ഞവും കർത്താവെ തിരുഹിതപ്രകാരം ആയിരിക്കണം. അവിടുത്തെ നിർദ്ദേശം സ്വീകരിച്ചുകൊണ്ട് മാത്രമായിരിക്കണം. ഞങ്ങൾക്ക് ആലോചന തരണമേ, ഞങ്ങളെ സഹായിക്കണമേ. സമർപ്പണമുള്ളവരായ തിരുസന്നിധിയിൽ നിൽപ്പാൻ തുണയ്ക്കണമേ. വീണ്ടും തിരുസഭയെ തൃക്കരങ്ങളിൽ വയ്ക്കട്ടെ. കാത്തു പരിപാലിക്കണമേ. നടത്തി നിന്റെ വഴികളിലൂടെ മുമ്പോട്ട് നയിക്കണമേ. സകലവും നിനക്കും എൻ്റെ പിതാവിനും എൻ്റെ പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിപ്പാനായി തന്നെ. പരുവൽമാർ ഗ്രിഗോറിയോസിൻ്റെയും പട്ടശ്ശേരി മാധവന സ്വസ്തിനിമീനയുടെയും മധ്യസ്ഥതയിൽ ശരണം പ്രാപിച്ചുകൊണ്ടും സകല പിതാക്കന്മാരുടെയും പ്രാർത്ഥനകളിൽ മുറുകെ പിടിച്ചുകൊണ്ടും നമ്മുടെ ഈ വൈദിക സമ്മേളനം ഔദ്യോഗികമായി ഇവിടെ തുടക്കം കുറിക്കപ്പെടുകയാണ്. അതിന് ആരംഭം കുറിച്ചുകൊണ്ട് നമുക്ക് ഒരു ഫെലോഷിപ്പിൻ്റെ, ഒരു കൂട്ടായ്മയുടെ ആവശ്യകതയെപ്പറ്റി നമ്മെ ധ്യാനിപ്പിക്കുവാനൊക്കെ വേണം. വൈദിക സെമിനാരി കുടുംബത്തിൽ നിന്ന് ഭൂരിഭാഗം അധ്യാപകരും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് സന്തോഷമുള്ള വസ്തുതയാണ്. വൈദിക സെമിനാരി അധ്യാപകനും കോട്ടയം നാഗപ്പൂർ സെന്റ് തോമസ് ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയുടെ മുൻ പ്രിൻസിപ്പളും ഇപ്പോൾ കോട്ടയം സെമിനാരിയുടെ ഡീൻ ഓഫ് സ്റ്റഡീസുമായിരിക്കുന്ന പ്രിയപ്പെട്ട ഡോക്ടർ റെജി മാത്യൂസ് അച്ഛൻ കടന്നു വന്നിട്ടുണ്ട്. അച്ഛനെ വളരെ സ്നേഹപൂർവ്വം ആദരപൂർവ്വം ഈ നല്ല പ്രഭാതത്തിൻ്റെ ധ്യാന ചിന്തകൾക്കായി സ്നേഹപൂർവ്വം ക്ഷണിക്കും. ധാരാളം അച്ഛന്മാർ ഇനി വരാനുണ്ടാവുണ്ട്. മുന്നോട്ട് കയറിയിരുന്ന് ഇതിൽ സഹകരിക്കണമെന്ന കാര്യം സ്നേഹപൂർവ്വം ഞങ്ങൾ എല്ലാവരെയും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ പ്രിയപ്പെട്ട അച്ഛൻ നമ്മോട് ദൈവചിന്തകൾ പങ്കുവെക്കും. അഭിവന്ദരായ പിതാക്കന്മാരെ, വന്യ റംബാച്ചന്മാരെ, ശ്രേഷ്ഠരായ കോർപ്പിസ്കോപ്പ അച്ഛന്മാർ, സഹോദര വൈദികരെ, സിംഹാസന്മാരെ, സഹോദരങ്ങളെ, ഈ ഒരു പ്രതിഷേധ ജനത്തിൻ്റെയും സഭയുടെ
ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ദിനത്തിൻ്റെയും തുടക്കത്തിൽ ഒരു വേദപുസ്തക പഠനം നടത്തുവാൻ തക്കവണ്ണം അഭിമന്യ ഡോക്ടർ തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പൊലീത്ത തിരുമേനി ഇന്നലെ വൈകിട്ടാണ് എന്നോട് ആവശ്യപ്പെട്ടത്. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 12-ാം വാക്യവും 20 മുതലുള്ള വാക്യങ്ങളും വായിക്കുന്നു. ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തു. 20 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ അവയവങ്ങൾ പലതെങ്കിലും ശരീരം ഒന്ന് തന്നെ. കണ്ണിന് കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകുന്നു. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. നമ്മിൽ അഴകു കുറഞ്ഞവയ്ക്ക് അധികം അഴകു വരുത്തുന്നു. നമ്മിൽ അഴകുള്ള അവയവങ്ങൾക്ക് അത് ആവശ്യമില്ലല്ലോ. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. അതിനാൽ ഒരവയവം കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അവയവങ്ങൾ ഒക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരവയവത്തിന് മാനം വന്നാലോ അവയവങ്ങൾ ഒക്കെയും കൂടെ സന്തോഷിക്കുന്നു. പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 12-ാം വാക്യവും 20 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. പൗലോസ് ശ്ലീഹ ആദിമ സഭയുടെ ശില്പി എന്നുള്ള തരത്തിൽ നമുക്കൊക്കെയും അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിൽ കൂടെ വളരെ പരിചിതമായ ഒരു വ്യക്തിത്വമാണ്. കൊരിന്ത്യ ലേഖനം എഴുതുമ്പോൾ ആ സഭയിൽ ചില പ്രയാസങ്ങളൊക്കെയും ഉണ്ടായിരുന്നു. അപ്പസ്തോലത്വത്തെപ്പറ്റി തന്നെ, പൗലോസിൻ്റെ അപ്പസ്തോലത്വത്തെപ്പറ്റി തന്നെ ചോദ്യങ്ങൾ ഉണ്ടായ ഒരു കാലഘട്ടമാണ്. ചില ആളുകളൊക്കെയും പൗലോസിനേക്കാൾ കുറച്ചുകൂടെ പ്രസംഗചാതുര്യമുള്ള അപ്പല്ലോസിൻ്റെ പക്ഷക്കാരായി. മറ്റു ചിലർ പത്രോസിൻ്റെ പക്ഷമാണ് തങ്ങൾ എന്ന് പത്രോസ് അറിഞ്ഞുകൊണ്ടാണോ എന്നുപോലും തോന്നത്തക്ക വിധം അങ്ങനെ വേറൊരു കൂട്ടർ ക്രിസ്തുവിൻ്റെ പക്ഷക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് പലതരത്തിൽ ആ സഭയിൽ വിഭജിച്ചു തന്ന ഒരു കാലഘട്ടത്തിൽ അപ്പസ്തോലൻ ആ സഭയ്ക്ക് എഴുതുന്ന ലേഖനമാണ് 1-ാം കൊരിന്ത്യ ലേഖനം. സഭയെ സംബന്ധിച്ച് പറയുമ്പോൾ പൗലോസ് ശ്ലീഹ ഉപയോഗിച്ചിരിക്കുന്ന വിവിധ രൂപകങ്ങൾ അച്ഛന്മാരായ നമ്മുടെയൊക്കെ ഓർമ്മയിലുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. സഭ ദൈവത്തിൻ്റെ മന്ദിരമാണ് എന്നുള്ളതാണ് ഒരു രൂപകം. മറ്റൊന്ന് ക്രിസ്തുവിൻ്റെ മണവാട്ടിയാണ് എന്നാണ്. വേറൊന്ന് ദൈവത്തിൻ്റെ കൃഷിയാണ് എന്നാണ്. ഇതിൽ നിന്നൊക്കെയും ശ്രേഷ്ഠമായ ഒരു രൂപകമാണ് റോമാലേഖനം 12-ാം അധ്യായത്തിലും 1-ാം കൊരിന്ത്യ ലേഖനത്തിലും പൗലോസ് ശ്ലീഹ ഉപയോഗിച്ചിരിക്കുന്നു. അത് ഒരു ശരീരത്തിൻ്റെ ഉദാഹരണമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് പശ്ചാത്തലമായി 1-ാം കൊരിന്ത്യ ലേഖനം 11-ാം അധ്യായത്തിൽ തൻ്റെ ശരീരവും രക്തവും എങ്ങനെയാണ് മനുഷ്യരക്ഷയ്ക്ക് ഉതകുന്നത് എന്ന് ക്രിസ്തു പഠിപ്പിച്ചത് പൗലോസ് തൻ്റെ സ്വതസിദ്ധമായ ഭാഷയിലൊക്കെ അവതരിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ അംശികളാകുന്നവർ ഒരു ശരീരത്തിൻ്റെ അവയവങ്ങളാകുന്നു എന്നവിടെ പറയുന്നു. തൻ്റെ ശരീരം ഭക്ഷിക്കുന്നവർ അവൻ്റെ ശരീരത്തോടും പാനപാത്രം പാനം ചെയ്യുന്നവർ അവരുടെ രക്തത്തോടും ചേർന്ന് വരുന്നു എന്നും അവിടെ വായിക്കുന്നു. ഇതൊക്കെ പറഞ്ഞിട്ടാണ് ഈ 12-ാം അധ്യായത്തിൽ വീണ്ടും ഈ ശരീരം എന്നുള്ള ആ രൂപകത്തെ കുറച്ചുകൂടെ വിശദമായി വർണ്ണിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ച ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ കൃഷിയെന്നും ക്രിസ്തുവിൻ്റെ മണവാട്ടിയെന്നും
മറ്റുള്ള രൂപകങ്ങളെക്കാൾ വളരെ ശക്തമായ ഒരു രൂപകമാണ് ഈ ശരീരത്തിൻ്റെ ഉദാഹരണം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ക്രിസ്തു തലയായി ശരീരമായ സഭയെ പറ്റിയാണ്. എന്നാൽ 1 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 12-ാം വാക്യത്തിൽ നാം വായിച്ചത് ഒന്നുകൂടി ശ്രദ്ധിച്ചാൽ, ശരീരമൊന്നും അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെ ആകുന്നു സഭ എന്നല്ല പറയുന്നത്, ക്രിസ്തു എന്നാണ് പറയുന്നത്. അപ്പൊ സഭയെയും ക്രിസ്തുവിനെയും ഏകദേശം സിനോണിംസ് ആയിട്ട് ഇവിടെ ഉപയോഗിച്ചിരിക്കുകയാണ്, പര്യായ പദങ്ങളായി ഉപയോഗിച്ചിരിക്കുകയാണ്. സഭ ക്രിസ്തുവാണ്. ആ സഭാഗാത്രത്തിന്റെ ശിരസിന്റെ സ്ഥാനമാണ് ക്രിസ്തുവിന് എന്നുള്ളത് മറ്റൊരു ലേഖനത്തിൽ പറയുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. ഈ ശരീരം മറ്റു രൂപകത്തേക്കാൾ ശക്തമായ ഒന്നാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. കാരണം ഇത് ജീവനുള്ളതാണ്. ഒരു ശരീരത്തെ സഭയുടെ ദൈവത്തിന്റെ മന്ദിരം എന്ന് പറയുന്നതിനേക്കാൾ അതിനുള്ള ശ്രേഷ്ഠത ഇതൊരു കെട്ടിടമല്ല, ഇത് നിർജീവമായ എന്തെങ്കിലും ഒന്നല്ല, മറിച്ച് സജീവമായി നിലകൊള്ളുന്ന ക്രിസ്തുവിന്റെ സാന്നിധ്യം ലോകത്തിൽ വിളിച്ചറിയിക്കുന്ന ഒരു സാന്നിധ്യമാണ്. അത് ജീവനുള്ളതാണ്. അതിൽ പരസ്പരം അവയവങ്ങൾ ബന്ധപ്പെട്ടിരിക്കുന്നു. അതിന് ഒരവയവത്തിനുണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെയും മറ്റവയവങ്ങൾ തിരിച്ചറിയത്തക്കവണ്ണം ഒരു നാഡീവ്യൂഹം അതിൽ തന്നെ പ്രവർത്തിക്കുന്നു. ശിരസിൽ കൂടെ നിന്നാണല്ലോ ഈ നാഡികളുടെ ഒക്കെ പ്രവർത്തനം നിയന്ത്രിക്കുന്നത്. കാലിന്റെ അങ്ങേ അറ്റത്തുള്ള അണിവെള്ളിൽ ഒരു കൊതുക് വന്ന് കടിച്ചാൽ നാം ഉറങ്ങിക്കിടക്കുകയാണെങ്കിൽ പോലും നമ്മുടെ കൈ അവിടെ ഓടിച്ചെന്ന് ആ കാലിന്റെ വേദന പങ്കുവെക്കുന്നതായി നമുക്കറിയാം. അബോധാവസ്ഥയിലാണെങ്കിൽ പോലും ഈ ഒരു പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം അങ്ങേ അറ്റത്തുള്ള അണിവെള്ളിലും ഈ കൈയുമൊക്കെ ശിരസിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ അവിടെ ഒരു വേദന ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ഒരു സന്ദേശം ശിരസിലെത്തുകയും മറ്റൊരു സന്ദേശം കൈയിലേക്ക് പോവുകയും ചെയ്യും. കൈ ഓടിച്ചെന്ന് ആ കൊതുകിനെ അടിച്ചു കൊന്ന് കാലിന്റെ വേദന ഇല്ലാതെയാക്കുന്നു. ഇതൊരു വളരെ ശ്രേഷ്ഠമായ ഒന്നാണ്. അതുകൊണ്ടാണ് ഇവിടെ താഴോട്ട് പറഞ്ഞത്, ഒരു അവയവത്തിന് മാനമുണ്ടായാൽ എല്ലാ അവയവങ്ങളും കൂടെ ആ മാനം അനുഭവിക്കുന്നു. വലിയ വലിയ ഓട്ടക്കാരൊക്കെ ഓടി ഓടി മെഡലുകൾ നേടുമ്പോൾ ആ മെഡലുകൾ സ്വീകരിക്കുന്നത് കാലിലല്ല, അവരുടെ കഴുത്തിലാണ്. കാലിന്റെ ബലം കൊണ്ടും കാലിന്റെ ശക്തി കൊണ്ടും ഒക്കെയാണ് ഓടിയും ചാടിയും ഒക്കെ നേട്ടങ്ങൾ കൈവരിക്കുന്നത്. പക്ഷെ മെഡലുകൾ അണിയുന്നത് കഴുത്തിലാണ് എന്നുള്ളത് നാം ഓർത്തിരിക്കണം. അപ്പൊ ഒരവയവത്തിന് മാനമുണ്ടാകുമ്പോൾ എല്ലാ അവയവങ്ങളും ആ മാനം അനുഭവിക്കുകയാണ്. അതുപോലെ തന്നെ ഒരവയവത്തിന് കഷ്ടത വരുമ്പോൾ എല്ലാ അവയവങ്ങളും കഷ്ടത അനുഭവിക്കുന്നു. പൗലോസിന്റെ ലേഖനങ്ങളിൽ ഈ ഒരു ഐക്യത്തെ സൂചിപ്പിക്കുവാൻ ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കുണ്ട്, കൊയിനോണിയ എന്ന് പറയും. ഇത് പൗലോസ് ആണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. പുതിയ നിയമത്തില് 15 തവണ ഈ വാക്ക് ഉപയോഗിക്കുന്നെങ്കിൽ 19 തവണ ഉപയോഗിക്കുന്നെങ്കിൽ 13 പൗലോസിന്റെ ലേഖനങ്ങളിലാണ്. കൊയിനോണയിൻ എന്നുള്ള വെർബ് ആണെങ്കിൽ 8 തവണ ഉപയോഗിക്കുന്നെങ്കിൽ 5 പൗലോസാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ അതിന്റെ നൗൺ ഫോം കൊയിനോണോസ് 10 തവണയുണ്ടെങ്കിൽ അതും പൗലോസാണ് 5 തവണ ഉപയോഗിക്കുന്നത്. അപ്പൊ പൗലോസിന്റെ ലേഖനങ്ങളിൽ മാത്രം കാണുന്ന ഒരു ശ്രദ്ധേയമായ പദപ്രയോഗമാണ് ഈ കൊയിനോണിയ എന്ന് പറയുന്നത്. ഇന്നിവിടെ നാം വന്നുകൂടിയിരിക്കുന്നത് നമ്മുടെ ഒരു കൊയിനോണിയ ഒന്ന് പ്രസിദ്ധമാക്കുവാൻ വേണ്ടിയാണ്. എന്താണ് ഈ കൊയിനോണിയ എന്നുള്ള വാക്കിന്റെ അർത്ഥം? ലത്തീൻ പദത്തില് കമ്മ്യൂണിയോ, പാർട്ടിസിപ്പാസിയോ, സൊസൈറ്റാസ് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ഇംഗ്ലീഷില് ഫെലോഷിപ്പ് എന്നോ ഷെയറിംഗ് എന്നോ പാർട്ടിസിപ്പേഷൻ എന്നോ ഒക്കെ പറയാം. നമ്മുടെ ഐക്യം, നമ്മുടെ പങ്കാളിത്തം, നമ്മുടെ പരസ്പര സഹകരണം, ഇതൊക്കെയാണ് ഈ ഒരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പുതിയ നിയമത്തിൽ ഈ വാക്ക് ഉപയോഗിക്കുന്ന അവസരങ്ങൾ എല്ലാം ഞാൻ ഓർപ്പിക്കുന്നില്ല എങ്കിലും 3-4 എണ്ണം ഒന്ന് ശ്രദ്ധിക്കുകയാണ്. 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 16-ാം വാക്യത്തിൽ കൗദാശികമായിട്ടാണ് ഈ പദം ഉപയോഗിക്കുന്നത്. തിരുശരീരത്വങ്ങൾ അനുഭവിക്കുന്നവർ ഒരു കൊയിനോണിയയിലാണ്, ഒരു2 കൊരിന്ത്യർ ലേഖനം 8-9 അധ്യായങ്ങളിൽ
അവിടെ ഒരു ഫണ്ട് ശേഖരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ കൊയിനോണിയ പറയുന്നത്. യെരൂശലേം സഭയ്ക്ക് ഒരു കഷ്ടതയുണ്ടായി. അപ്പൊ ഡയസ്പോറയിലുള്ള സഭകളിലൊക്കെ പൗലോസ് പോയിട്ട് ഈ യെരൂശലേം സഭയ്ക്ക് വേണ്ടി ഒരു ഫണ്ട് ശേഖരണം നടത്തുകയാണ്. മാതൃ സഭയുടെ വേദന പുതിയ സഭകൾ അനുഭവിക്കുകയാണ്. ഗലാത്യലേഖനം 2-ാം വാക്യത്തിൽ സുവിശേഷീകരണത്തിന്റെ ഒരു കൊയിനോണിയാണ് പറയുന്നത്. ഒരു തർക്കമുണ്ടായി. യവനന്മാരെ സഭയിൽ ചേർക്കുമ്പോൾ പരിച്ഛേദന നടത്തണമോ വേണ്ടായോ? അവസാനം പത്രോസും പൗലോസും ഒരു സമയത്ത് രണ്ട് പക്ഷത്ത് നിന്നവരാണെങ്കിലും ഈ കൊയിനോണിയായുടെ സ്പിരിറ്റിലാകുകയാണ്. പത്രോസ് യഹൂദന്മാരുടെ ഇടയിലും പൗലോസ് യവനന്മാരുടെ ഇടയിലും സുവിശേഷം അറിയിക്കുവാനായിട്ട് തയ്യാറാവുകയാണ്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം വാക്യത്തിൽ സ്വത്ത് മുഴുവൻ പങ്കുവെക്കുന്ന, തങ്ങൾക്കുള്ളതൊക്കെ ഇത് ആർക്ക് കൊടുക്കണമെന്നറിയാതെ വിറ്റ് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കുന്നു. അപ്പോസ്തലന്മാർ തീരുമാനിക്കുന്നു ഇത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത്. അപ്പൊ സ്വീകരിക്കുന്ന ആളുകളെ പോലും അറിയാതെ തങ്ങളുടെ സ്വത്ത് മുഴുവൻ ക്രിസ്തുവിന്റെ നാമത്തിൽ ഷെയർ ചെയ്യുന്ന ആളുകളെയാണ് അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം വാക്യത്തിൽ പറയുന്നത്. അവസാനമായി നാം കാണുന്നത് 2 കൊരിന്ത്യർ ലേഖനം 1-ാം വാക്യത്തിലും പത്രോസിന്റെ 1-ാം ലേഖനം 4-ാം വാക്യത്തിലും പറയുന്നത് ക്രിസ്തുവിന്റെ കഷ്ടത്തിൽ പങ്കാളികളാകുക എന്നാണ്. സഭ എപ്പോഴും ഈ കഷ്ടതയിൽ പങ്കാളികളാകുന്ന ഒരു കൂട്ടം ആളുകളുടെ സമൂഹമാണ്. സഭ ഒരിക്കലും ആദിമസഭയുടെ വേദശാസ്ത്രം അനുസരിച്ച് വിജയപേരി മുഴക്കുന്ന ഒരു എംപയറോ ഒരു സമൂഹമോ ആയിരുന്നില്ല. ക്രിസ്തുവിന്റെ കഷ്ടത്തിൽ പങ്കാളികളാകുന്നതും നിങ്ങൾ സന്തോഷിച്ചു കൊള്ളുകയും. ഫിലിപ്പിയ ലേഖനം 1-ാം വാക്യത്തിൽ പൗലോസ് ശ്ലീഹ പറയുന്നു, നിങ്ങൾ ക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളാകുവാൻ തക്കവണ്ണം വാഗ്ദത്തം ലഭിച്ചവരാണ്. ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു. അപ്പൊ നമ്മുടെ സഭയുടെ ഒരു ഭാഗത്തുണ്ടാകുന്ന ഒരു വേദനയും കഷ്ടതയും അത് ഈ സഭയുടെ മൊത്തം വേദനയാണ്. ക്രിസ്തുവിന്റെ ശരീരമായ സഭയുടെ ഒരു അവയവത്തിനുണ്ടാകുന്ന വേദനയും ക്ലേശവും ഈ സഭാഗാത്രത്തിന്റെ മൊത്തത്തിലുള്ള വേദനയാണ്. അതൊന്ന് പങ്കുവയ്ക്കുവാൻ, അതിലൊന്ന് സമരസപ്പെടുവാനാണ് നാം ഏവരും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. പത്രോസ് ശ്ലീഹ 1-ാം ലേഖനം 4-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, ഈ കഷ്ടത കള്ളന്മാരായിട്ടല്ല അനുഭവിക്കേണ്ടത്, കവർച്ചക്കാരായിട്ടല്ല അനുഭവിക്കേണ്ടത്, കൊലപാതകന്മാരായിട്ടല്ല അനുഭവിക്കേണ്ടത്, എന്തിനെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയല്ല, പിന്നെയോ കുരിശിനെ ഓർത്താണ് ഇത് അനുഭവിക്കേണ്ടത്. കുരിശിന്റെ സന്ദേശമാണ് ഇവിടെ ലഭിക്കുന്നത്. കുരിശില് ശ്രേഷ്ഠത എപ്പോഴും വരുന്നത് കഷ്ടാനുഭവത്തെ ഓർക്കുമ്പോഴാണ്. മർക്കോസിന്റെ ലേഖനം 15-ാം അധ്യായത്തിൽ യേശു കുത്തമ്പഴാൻ കുരിശിൽ കിടക്കുമ്പോ ഒരു റോമൻ പടയാളി അവിടെ നിന്നുകൊണ്ട് ഇവൻ സാക്ഷാൽ ദൈവപുത്രനാണെന്ന് വിളിച്ചു പറയും. ആ സാഹചര്യം ഞാൻ വിവരിക്കുന്നില്ല. പക്ഷേ അവിടെ നടക്കുന്നത് വേദനയോടെ, എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ന് നിലവിളിക്കുന്ന ക്രിസ്തുവിനെ നോക്കി, ക്രിസ്തു ആരാണ് എന്ന് അതുപോലെ മനസ്സിലാകാതിരുന്ന ഒരു റോമൻ പടയാളി പറയുന്നു, ഇവൻ സാക്ഷാൽ ദൈവപുത്രനാകും. അതുകൊണ്ട് സഭയുടെ അടിസ്ഥാനപരമായ ഭാവം കഷ്ടതയിലുണ്ട് എന്ന് നാം മറന്നു പോകരുത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സഭ വിജയഭേരി മുഴക്കുന്ന ഒരു സമൂഹമല്ല, ആരുടെയെങ്കിലും നീതി കവർന്നെടുക്കുന്ന ഒരു സമൂഹമല്ല, ആരെയെങ്കിലും അടിച്ചമർത്തുന്ന ഒരു സമൂഹമല്ല. എന്നാൽ അടിസ്ഥാനപരമായി ക്രിസ്തുവിന്റെ ഗാത്രമായ ഈ സഭയുടെ അവകാശങ്ങളും സംരക്ഷിക്കുവാൻ, ഈ സഭയുടെ അന്തസ്സ് സംരക്ഷിക്കുവാൻ മൗനമായിട്ടെങ്കിലും ശാന്തമായിട്ടെങ്കിലും കഷ്ടത അനുഭവിച്ചുകൊണ്ടാണെങ്കിലും നാം ഒരുമിക്കുന്നത് തീർച്ചയായും സുവിശേഷ പ്രചരണത്തിന് മുഖാന്തരമായി തീരും എന്ന് മാത്രം ഓർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമാണ് എന്ന ചിന്ത വടക്കൻ മേഖലയിലെ വൈദിക സമൂഹം ആദ്യം കൂടിയെടുത്ത് നമ്മോട് ആവശ്യപ്പെട്ടപ്പോൾ വൈദിക സമൂഹം പരിശുദ്ധ ബാബാതിരുമേനിയുടെ ആലോചനയോടുകൂടി ഇതിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന അഭിനന്ദനായ ഗീവറീസ് മാർ ഇവാനിയോസ് മെത്രാപ്പോലീത്തയുടെ ആശീർവാദത്തോടുകൂടി ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയായിരുന്നു. പലപ്പോഴും നമ്മുടെ സമ്മേളന നഗരിയിൽ ഔദ്യോഗികമായ ഒരു പരിവേഷം നമ്മൾ ആഗ്രഹിക്കാറുണ്ടെങ്കിലും
പരിശുദ്ധ ബാബാതിരുമേനിയുടെ ഒരു നിർദ്ദേശവും താല്പര്യവും അനുസരിച്ച് അനൗദ്യോഗികമായി ഇത്രയും വൈദികർ പങ്കുചേരുക എന്നുള്ളത് മലങ്കര സഭയുടെ കരുത്താണ്, ആവേശമാണ്, സാധ്യതയാണ്. ചില വൈദികരെങ്കിലും എന്നോട് ആവശ്യപ്പെട്ടു, ഒരു കൽപ്പനയുണ്ടായിരുന്നെങ്കിൽ നന്നായിരുന്നേനെ എന്നാവശ്യപ്പെട്ടുവെങ്കിലും പരിശുദ്ധ ബാബാതിരുമേനി പറഞ്ഞു, അല്ലാതെ നമുക്കൊന്ന് കൂടുവാൻ കഴിയുന്നത് മലങ്കര സഭയുടെ ശക്തിയുടെ സ്രോതസ്സിന്റെ ഏത് സാഹചര്യങ്ങളും വിളിച്ചാൽ കടന്നു വരുന്നു എന്നൊരു വൈദിക സമൂഹമുണ്ട് എന്നുള്ളത് പരിശുദ്ധ ബാബാതിരുമേനിയുടെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്കൊക്കെ ശക്തിയും ഊർജ്ജവുമാണ് എന്ന കാഴ്ചപ്പാടുകൂടിയാണ് അങ്ങനെ ഒരു മീറ്റിംഗ് ഇവിടെ ക്രമീകരിക്കപ്പെട്ടത്. എങ്കിലും ഒരു നല്ല പ്രതികരണം പല ഭാഗങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് നമ്മൾ ഈ യോഗത്തിലേക്ക് കേരളത്തിനുള്ളിലെ ഭദ്രാസനങ്ങൾ, പ്രത്യേകിച്ച് മലബാർ, ബത്തേരി, കുന്നംകുളം ഈ മേഖലയിൽ നിന്നുള്ള വൈദികർ വളരെ ദൂരം യാത്ര ചെയ്തുകൊണ്ട് ആഗ്രഹിച്ചില്ല എങ്കിലും പരിശുദ്ധ ബാബാതിരുമേനിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം കുന്നംകുളം ഭദ്രാസനത്തിന്റെ പ്രതിനിധികൾ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നു എന്നുള്ളതുകൊണ്ട് പരിശുദ്ധ പിതാവ് വളരെ ശ്രദ്ധയോടെയാണ് ഈ കാര്യങ്ങൾ കൈക്കൊള്ളുന്നത്. ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് ഈ വൈദിക സമൂഹം ഇവിടെ പങ്കെടുക്കുന്ന വിവരം പറയണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ട് അത് പരസ്യമായി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ വളരെ സന്തോഷമുണ്ട്. ഈ മീറ്റിംഗിൽ പങ്കുചേരുമെന്നൊക്കെ ബോംബെ ഭദ്രാസനത്തിൽ നിന്ന് ഒരു വൈദികനെ, അങ്ങനെ ഫിലിപ്പൻ ശ്യാമലച്ചനെ ഈ മീറ്റിംഗിലേക്ക് അഭിനന്ദ തിരുമേനി പറഞ്ഞു വിട്ടു എന്നുള്ളത് കൊണ്ട് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. വിവിധ മേഖലകളിൽ ഈ ഒരു വിഷയത്തെ ഗൗരവമായി കാണുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു ദൗത്യമാണ്. അഭിനന്ദ പിതാക്കന്മാരെ സ്വാഗതം ചെയ്യുന്നതിന് മുമ്പ് ഈ വൈദിക ശ്രേഷ്ഠരെ ഇവിടെ എത്തിക്കുക എന്നുള്ള വലിയ ദൗത്യം പൂർത്തീകരിച്ച അനുഗ്രഹീതരായ ഇതിന്റെ നേതൃനിരയിലുണ്ടായിരുന്ന പ്രിയപ്പെട്ടവരെ ഓർത്തുകൊണ്ട് എന്റെ കർത്തവ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചുവല്ലോ, കേരളത്തിലുള്ള 3 ഭദ്രാസനങ്ങളൊഴികെ എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നുള്ള വൈദികരുടെ പങ്കാളിത്തം ഈ വൈദിക മഹാസമ്മേളനത്തിലുണ്ട് എന്നുള്ളത് സന്തോഷവും ആവേശവും പകരുന്നു. കണ്ടനാട് ഈസ്റ്റ് ഭദ്രാസനത്തിൽ നിന്ന് അതിന് വൈദിക സംഘം സെക്രട്ടറി ആയിരിക്കുന്ന ബിനോയ് ജോൺ അച്ഛന്റെ നേതൃത്വത്തിൽ ഏതാണ്ട് 38 വൈദികർ ഈ യോഗത്തിലേക്ക് എത്തിച്ചേരുന്നു. അതോടൊപ്പം തന്നെ കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിൽ നിന്നും അതിന്റെ വൈദിക സംഘ സെക്രട്ടറി ജിൻസ് അച്ഛന്റെ നേതൃത്വത്തിലുള്ള വൈദികരിൽ പങ്കെടുക്കുന്നുണ്ട്. കൊച്ചി ഭദ്രാസനത്തിൽ നിന്ന് വൈദിക സംഘ സെക്രട്ടറി സൈമൺ ജോസഫ് അച്ഛന്റെ നേതൃത്വത്തിൽ വൈദികരിൽ പങ്കെടുക്കുന്നുണ്ട്. കൊല്ലം ഭദ്രാസനത്തിൽ നിന്നും എം എ വൈദ്യനച്ഛന്റെ നേതൃത്വത്തിൽ ഇവിടെ ഈ മീറ്റിംഗിൽ അച്ഛന്മാർ പങ്കെടുക്കുന്നുണ്ട്. മാവേലിക്കര ഭദ്രാസനത്തിൽ നിന്ന് അഭിമന്യ തിരുമേനിയുടെ നേതൃത്വത്തിൽ തിരുമേനി വളരെ താല്പര്യമെടുത്ത് ഭദ്രാസനത്തിലെ മുഴുവൻ വൈദികരെയും ഈ മീറ്റിംഗിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടുണ്ട്. സന്തോഷമായ വസ്തുതയാണ്. നിരണം ഭദ്രാസനത്തിൽ നിന്ന് അതിനായ സി കെ കുര്യനച്ഛന്റെ നേതൃത്വത്തിൽ ഈ മീറ്റിംഗിൽ വൈദികർ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ തുമ്പൂൺ ഭദ്രാസനത്തിൽ നിന്ന് ശ്രീ ആൻഡി ഷാമേലിസിന്റെ നേതൃത്വത്തിൽ ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നുണ്ട്. കൊല്ലം കൊട്ടാരക്കര മുള്ളൂർ ഭദ്രാസനത്തിൽ നിന്ന് ടൈറ്റസ് ജോണച്ചന്റെ നേതൃത്വത്തിൽ, ചെങ്ങന്നൂർ ഭദ്രാസനം വൈദ്യ സെക്രട്ടറി ജോൺ പോളച്ചന്റെ നേതൃത്വത്തിൽ, അതുപോലെ തന്നെ റാന്നി നിലയ്ക്കൽ ഭദ്രാസനം ഒന്നിനായ സ്റ്റീഫൻ അച്ഛന്റെ നേതൃത്വത്തിൽ, അടൂർ കുടമ്പനാട് ഭദ്രാസനം ഒന്നിനായ ഫിലിപ്പോസ് നായൻ അച്ഛന്റെ നേതൃത്വത്തിൽ, തൃശൂർ ഭദ്രാസനം ഒന്നിനായ സണ്ണി മത്തായി അച്ഛന്റെ നേതൃത്വത്തിൽ, കോട്ടയം ഭദ്രാസനം ഒന്നിനായ പെരിയോർ മറ്റൻ അച്ഛന്റെ നേതൃത്വത്തിൽ വൈദിക സുഹൃത്തുക്കൾ ഇതിൽ പങ്കുചേരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു വസ്തുതയാണ്. ആകമഴിഞ്ഞ പിന്തുണയ്ക്കും കൈത്താങ്ങലുകൾക്കും പ്രത്യേകമായുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇടുക്കി ഭദ്രാസനത്തിൽ നിന്ന് വന്യനായ PM തോമസിന്റെ നേതൃത്വത്തിൽ ഇതിൽ വൈദിക ശ്രേഷ്ഠ തിരുമേനിയുടെ നേതൃത്വത്തിൽ വൈദിക സുഹൃത്തുക്കൾ പങ്കെടുക്കുന്നുണ്ട്. തിരുവനന്തപുരം ഭദ്രാസനത്തിൽ നിന്ന് അഭിനന്ദനായ നമ്മുടെ ഹോസ്റ്റിംഗ് ഡയസസ് ആണ്, തിരുമേനിയാണ്. വലിയ എല്ലാ വൈദികരും പങ്കെടുക്കുന്നുണ്ട്. അങ്കമാലി ഡയസിൽ നിന്നും അഭിനയ തിരുമേനിയുടെ നേതൃത്വത്തിൽ നിന്ന് വൈദികർ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് എല്ലാ മേഖലയിൽ നിന്നുള്ള വൈദിക പങ്കാളിത്തങ്ങളുണ്ട് എന്നുള്ളത് ഉറപ്പാക്കാൻ വേണ്ടി നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഞാൻ എൻ്റെ ദൗത്യത്തിലേക്ക് നിയോഗത്തിലേക്ക് പ്രവേശിക്കട്ടെ. ഈ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്യുന്നത്, ഈ സമ്മേളനത്തിന്റെ മുഖ്യ നേതൃത്വം വഹിച്ചത് മാവേലിക്കര ഭദ്രാസനാധിപൻ, പ്രത്യേകിച്ച് സഭയുടെ സീനിയർ മെത്രാപ്പോലീത്തന്മാരുടെ ഒരാളായ അഭിനന്ദന പൗലോസ് പൗലോസ് തിരുമേനിയാണ്. പ്രത്യേകിച്ച് ആ മേഖലയിലുള്ള വൈദികരൊക്കെയും തിരുമേനി അരമനയെ വിളിച്ചുകൂട്ടി, ഭദ്രാസന സെക്രട്ടറിമാരെ വിളിച്ചുകൂട്ടി പ്രസ് കോൺഫറൻസിന് ശക്തമായ നേതൃത്വം നൽകി വളരെ അനുഗ്രഹമായി നൽകുന്നു. പിന്നെ തിരുമേനിയെ എല്ലാ സ്നേഹ ബഹുമാന ആദരവോടും കൂടി ഈ മീറ്റിംഗിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗ് ഇവിടെ വെച്ച് ഏറ്റവും അനുഗ്രഹപ്രദമായി നടത്തപ്പെടുന്നത് അഭിനന്ദനായ ഗബ്രിയേൽ മാർ ഗ്രിഗോറിയോസ് മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ശക്തമായ നേതൃത്വമാണ്. അഭിനന്ദ തിരുമേനി എല്ലാ മേഖലകളിലും അഹോരാത്രം കഷ്ടപ്പെട്ട്
ബുദ്ധിമുട്ടി. നമുക്കറിയാം, തിരുവനന്തപുരത്തേക്ക് കടന്നു വരുമ്പോൾ വളരെ ഭംഗിയായ ക്രമീകരണങ്ങൾ ഇവിടെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം അഭിനന്ദ തിരുമേനി വളരെ സുധീരമായ ഒരു നിലപാടും നേതൃത്വവും നമുക്ക് നൽകി. അഭിനന്ദ തിരുമേനി ഈ വൈദിക സമ്മേളനത്തിന്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്നുണ്ട്. അഭിനന്ദ തിരുമേനിയെ വളരെ സ്നേഹ ബഹുമാന ആദരവോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ സമ്മേളനത്തിന്റെ വിജയത്തിനായി തിരുമേനിയോടൊപ്പം പ്രവർത്തിച്ച സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗം ശ്രീ ബാബു പാറയുടെ സംഭാവനകൾ നിസ്തുലമാണ്. അദ്ദേഹം വളരെയേറെ കഷ്ടപ്പെട്ട്, അതോടൊപ്പം തന്നെ ശ്രീ ജേക്കബ് ജോൺ സാറിന്റെ സേവനവും വളരെ അളവറ്റതാണ്. അതുപോലെ ഈ ഇടവയുടെ ട്രസ്റ്റി ആയിരിക്കുന്ന കുര്യൻ മാത്യു സാറിന്റെ സേവനവും വളരെ ശ്രദ്ധേയമാണ്. ഈ ഇടവയുടെ വികാരി വന്ന PM ജോസഫിന്റെ സേവനങ്ങളും അസിസ്റ്റന്റ് വികാരിച്ചിന്റെ സേവനവും നന്ദിപൂർവ്വം ഓർത്തുകൊണ്ട് എല്ലാവരെയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ മീറ്റിംഗിന്റെ ഒരു പ്രേരക ശക്തിയായി വർദ്ധിച്ചത് നമുക്ക് പ്രിയങ്കരനായ തോമസ് മാർ അത്താനാസ്യോസ് മെത്രാപ്പോലീത്ത തിരുമേനിയാണ് തൻ്റെ വൈദികരുടെയും തൻ്റെ ജനങ്ങളുടെയും വേദനകളിൽ മലങ്കര സഭയുടെ ഒരു ഐക്യദാർഢ്യവും ഒരു കൂട്ടായ്മയും ആഗ്രഹിച്ചത്, പ്രതീക്ഷിച്ചത്. ഈ മീറ്റിംഗിന് വേണ്ടി വളരെയേറെ ത്യാഗപൂർണമായ നിലപാടുകൾ കൈക്കൊണ്ടത്, ഈ മീറ്റിംഗ് വിജയത്തിലെത്തിക്കുവാനൊക്കെ വണ്ണം വേണ്ട ഉത്തേജനവും പ്രയാസഘട്ടങ്ങളിൽ സ്വാന്തനങ്ങളും ഒക്കെ നൽകിയിട്ടുള്ളത്. ഈ സംഘാടന വേളയിൽ പലപ്പോഴും പ്രയാസങ്ങളുടെ മധ്യത്തിൽ പതറി നിന്ന നിമിഷങ്ങളിൽ, പലപ്പോഴും പതറി പിന്മാറാൻ ആഗ്രഹിച്ച നിമിഷങ്ങളൊക്കെ കരുത്തായി, താങ്ങായി, തണലായി അഭിനന്ദ തിരുമേനി നിന്നു എന്നുള്ളത് വളരെ സന്തോഷമുള്ള വസ്തുതയാണ്. അഭിനന്ദ തിരുമേനിയും വളരെ സ്നേഹപൂർവ്വം ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ സന്തോഷമുണ്ട് അഭിനന്ദനായ തേവദോസ്യോസ് തിരുമേനിയുടെ സാന്നിധ്യം. ഇടുക്കിയിൽ നിന്ന് വളരെ ദൂരം യാത്ര ചെയ്ത് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ തക്കവണ്ണമുള്ള പ്രതിജ്ഞാബദ്ധമായ തീരുമാനം അഭിനന്ദ തിരുമേനി കൈക്കൊണ്ടതിൽ മലങ്കര സഭയിലെ വൈദിക സമൂഹം ആകമാനം സന്തോഷിക്കുന്നു. വളരെ സ്നേഹബഹുമാന ആദരവോടുകൂടി അഭിനന്ദ തിരുമനസിനെ ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അഭിനന്ദനായ യോഹന്നാൻ പള്ളിത്തർപ്പോസ് തിരുമേനിയും വളരെ ദൂരം യാത്ര ചെയ്ത്, അങ്കമാലിയിൽ നിന്ന് വളരെ ദൂരം യാത്ര ചെയ്ത് ഈ മീറ്റിംഗ് ഏറ്റവും വിജയപ്രദമാണെന്നുള്ള പ്രതിജ്ഞാബദ്ധമായ നിലപാടോടുകൂടി നമ്മുടെ മധ്യത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അഭിനന്ദ തിരുമേനിയെ വളരെ സ്നേഹബഹുമാന ആദരവോടുകൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഭിനന്ദനായ യോഹന്നാൻ തേവദോറോസ് തിരുമേനി വളരെ ശക്തമായ പിന്തുണയും സാന്നിധ്യവും ഈ മീറ്റിംഗിൽ നൽകിയിട്ടുണ്ട്. തിരുമേനിയുടെ ഭദ്രാസന വൈദികരെ ഇതിൽ പങ്കെടുപ്പിക്കുവാൻ ആത്മാർത്ഥമായ ശ്രമം നടത്തിയിട്ടുണ്ട്. അഭിനന്ദ തിരുമേനിയും വളരെ സന്തോഷപൂർവ്വം സ്നേഹപൂർവ്വം ആദരവോടും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സഭയുടെ ആത്മായ ട്രസ്റ്റി ശ്രീ MG ജോർജ് മുത്തൂറ്റ്, അദ്ദേഹം ഒരു ബിസിനസ് നേതാവായിരുന്നില്ലെങ്കിൽ സത്യം പറഞ്ഞ അച്ഛനാകേണ്ട ആളായിരുന്നു എൻ്റെ ഒരു ബോധ്യം. അത് ആരുടെ ഭാഗ്യമാണോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും അത് വളരെ വളരെ ഭംഗിയായ നേതൃത്വം നൽകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ മീറ്റിംഗിന്റെ എല്ലാ സാമ്പത്തിക പിന്തുണകളും ഭക്ഷണം അനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും MG ജോർജ് മുത്തൂറ്റാണ് നമുക്ക് നൽകി തരുന്നത്. ഈ മീറ്റിംഗിൽ സഭയുടെ ആത്മായ ട്രസ്റ്റിയെ സ്നേഹബഹുമാന ആദരവോടുകൂടിയും ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സഭയുടെ വൈദിക ട്രസ്റ്റി കടന്നു വരും. അച്ഛൻ യാത്രയിലാണ്, എത്തിച്ചേരും. അങ്ങനെ അതുപോലെ തന്നെ സഭയുടെ വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങൾ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, വിവിധ ഭദ്രാസന കടന്നുള്ള ബഹുമാന്യരായ ഭദ്രാസന സെക്രട്ടറി അച്ഛന്മാർ, പ്രിയപ്പെട്ട റമ്പാച്ചന്മാർ, പ്രിയപ്പെട്ട കോറപ്പിസ്കോപ്പ അച്ഛന്മാർ, വിവിധ ഭദ്രാസനത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ വന്യരായ ആചാര്യ ശ്രേഷ്ഠന്മാരെയും വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വലിയ സന്തോഷവും അഭിമാനവും നമുക്കിവിടെ ഉണ്ട്. കാരണം അതുപോലെ തന്നെ മാമലശ്ശേരിയിൽ നിന്ന് പ്രശ്നബാധിത പ്രദേശത്തു നിന്നുള്ള വിശ്വാസികളും നമ്മുടെ മീറ്റിങ്ങിനെ പറ്റി കേട്ടറിഞ്ഞ് ഇവിടേക്ക് കടന്നു വന്നിട്ടുണ്ട്. നമ്മുടെ ഒരു പങ്കാളിത്തം അവർക്ക് നൽകുന്ന ആശ്വാസവും സാന്ത്വനവും വളരെ വിലപ്പെട്ടതാണ്. നമ്മുടെ ഈ മീറ്റിങ്ങിനെ പറ്റി കേട്ടറിഞ്ഞ് അവർ തിരുവനന്തപുരത്തേക്ക് കടന്നു വന്നിട്ടുള്ള കാര്യം വളരെ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. അല്പമായോ അധികമായോ ഇതിൽ സഹകരിച്ച എല്ലാവരോടുള്ള നന്ദി തുടർന്ന് രേഖപ്പെടുത്തുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഒരു വലിയ സന്തോഷം നമുക്കുണ്ട്. വൈദിക സമൂഹം കാലോചിതമായി ചിന്തിക്കുകയും കാലഘട്ടത്തോട് പ്രതികരിക്കുകയും കാലത്തിന്റെ സൂചനകളെ തിരിച്ചറിയുകയും മലങ്കര സഭയുടെ ആവശ്യങ്ങൾ, നമുക്കൊക്കെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളുണ്ട്, വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളുണ്ട്. പക്ഷെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും മാറ്റി നിർത്തി സഭയാകുന്ന മാതാവിന്റെ ആരോഗ്യത്തിന് വേണ്ടി, അതിന്റെ സ്വാതന്ത്ര്യബോധത്തിന് വേണ്ടി, അതിന്റെ നിലനിൽപ്പിന് വേണ്ടി, അത് തേജസ്വിനിയായി മലങ്കര സഭയിലും പൊതുസമൂഹത്തിലും ഏറ്റവും വിശുദ്ധമായ സാക്ഷ്യം വിതറുവാൻ തക്കവണ്ണം സഭയെ ശക്തിപ്പെടുത്തുവാൻ. നമുക്കറിയാം, ചുവരില്ലാതെ നമുക്ക് ചിത്രം വരയ്ക്കുവാൻ കഴിയില്ല. അതുകൊണ്ട് സഭയാകുന്ന ഈ ഭിത്തിയെ ബലപ്പെടുത്തുവാൻ തക്കവണ്ണമുള്ള സുധീരമായ നിലപാടെടുത്ത എല്ലാ വൈദിക ശ്രേഷ്ഠരുടെയും സഭാസ്നേഹത്തിന് മുമ്പിൽ നമ്രസരസ്കനായി നിന്നുകൊണ്ട് ഞാൻ എൻ്റെ ഉത്തരവാദിത്വം ഇവിടെ വിരമിക്കുന്നു.
ഇപ്പോൾ ഒരു 10 മിനിറ്റ് സമയം നമ്മുടെ വടക്കൻ പ്രദേശങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ ചിത്രീകരിച്ചൊരു ഡോക്യുമെന്ററി ഇപ്പോൾ പ്രദർശിപ്പിക്കുന്നതാണ്. തുടർന്നുള്ള ക്രമീകരണത്തിന് ശേഷം അറിയിക്കുന്നത്. ഒരു കാര്യം അത് ശരിയാവുമ്പോഴേക്കും ഒരു കാര്യം പ്രത്യേകമായി നമ്മൾ മനസ്സിൽ കുറിച്ചിരിക്കണം. മലങ്കര സഭയുടെ സാക്ഷ്യവും സാന്നിധ്യവുമാണ് ഈ സംഗമം. ഇത് മലങ്കര സഭയുടെ സാക്ഷാത്തായ ഒരു പരിച്ഛേദമാണ് ഈ വൈദികരുടെ ഈ കൂട്ടായ്മ. അത് കൃത്യമായി നമ്മൾ ഉൾക്കൊള്ളുക. കൃത്യം 11:45 നമ്മൾ ഇവിടെ നിന്ന് പുറപ്പെടും. ഇവിടെ നേരെ ഈ ഗേറ്റിന് അങ്ങപ്പുറത്ത് ഇറങ്ങിയാൽ 5 മിനിറ്റേ ഉള്ളൂ. ഇവിടെ നിന്ന് നേരിട്ട് ഇറങ്ങിയാൽ അത് ക്രോസ് ചെയ്ത് അവിടെ ഒരു ട്രാഫിക് കൺട്രോൾ കാണും. അത് കഴിഞ്ഞ് ട്രാഫിക് പോലീസ് കാണും. അവിടെ നിന്ന് രക്തസാക്ഷി മണ്ഡപത്തിലേക്ക് അങ്ങോട്ട് നീങ്ങുന്നതായിരിക്കും. അത് നടന്നുകൊള്ളട്ടെ. നമ്മൾ ഇറങ്ങുമ്പോഴേക്കും കുറച്ച് നമുക്ക് കാണാൻ, പക്ഷേ കൃത്യമായും 11:45 നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അതെ, എനിക്കറിയാം, 11:45 ആവുന്നേ ഉള്ളൂ. നമ്മളിങ്ങോട്ട് പോയിട്ട് അവിടെ ചെന്ന് 12 മണിക്ക് അവിടെ നമ്മളെല്ലാവരും സന്നിഹിതരാകും. എല്ലാവർക്കും ഇരിക്കാനുള്ള ക്രമീകരണമില്ല, പക്ഷെ എല്ലാവർക്കും അവിടെ ഒത്തുകൂടി നിൽക്കാം. ഒരു മുദ്രാവാക്യവും നമുക്കില്ല എന്ന് നമുക്കറിയാമല്ലോ. ഇതൊരു പ്രാർത്ഥനായജ്ഞമാണ്. അവിടെ ചെന്ന ശേഷം ഒരു വൈദികൻ മാത്രം നമ്മളോട് വിഷയം സംബന്ധിച്ച് സംസാരിക്കും. അവിടെ ആകെ കൂടെ നമുക്ക് 3/4 മണി 45 മിനിറ്റ് പ്രസംഗം ഉൾപ്പെടെ കിട്ടും. കൃത്യം 12:45 അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വീണ്ടും ഇവിടെ തന്നെ വരും. ഇവിടെ നമുക്കൊരു കുറച്ച് സമയം ഒരു പൊതുസമ്മേളനം ഉണ്ടായിരിക്കുന്നതാണ്. ആ പൊതുസമ്മേളനത്തിൽ വെച്ച് അഭിവന്ദ്യ വക്യോമ്യ സിരിമേനി ഇത് ഔപചാരികം ഉദ്ഘാടനം ചെയ്യും. മറ്റ് കാര്യങ്ങൾ ദീർഘമായി ഞാൻ ഇപ്പോൾ എടുത്തു പറയുന്നില്ല. അപ്പോൾ ഈ കാര്യത്തിൽ നമ്മൾ സൂക്ഷ്മമായി ശിക്ഷണത്തോടെ സാക്ഷ്യം വഹിച്ചുകൊണ്ട് മലങ്കര സഭയ്ക്ക് ശക്തമായൊരു സാന്നിധ്യമുണ്ടെന്ന് അറിയിച്ചുകൊണ്ടും ഒരു പ്രദക്ഷിണമായല്ല നമ്മൾ പോകുന്നത്. അല്ലാതെ അനൗപചാരികമായി നമ്മൾ വളരെ അച്ചടക്കത്തോടുകൂടെ നടന്ന് രക്തസാക്ഷി മണ്ഡപത്തിലെത്തുകയും അവിടുത്തെ 45 മിനിറ്റ് യോഗം കഴിഞ്ഞ് അതേ രീതിയിൽ തന്നെ നമ്മൾ ഇവിടെ മടങ്ങിയെത്തുകയും ചെയ്യും. സമയബന്ധിതമായിരിക്കും. 1 മണിക്ക് ഇവിടെ വന്ന് 1 മണിക്ക് വിശദീകരണ യോഗം അല്ലെങ്കിൽ പൊതുസമ്മേളനം ഉണ്ടായിരിക്കുന്നതാണ്. അതൊരു 45 മിനിറ്റ് 1 മണിക്കൂർ കഷ്ടിച്ച് മാത്രം ഉണ്ടാവും. അത് കഴിഞ്ഞ് ഉച്ചഭക്ഷണത്തോടുകൂടെ നമ്മൾ പിരിയുകയും ചെയ്യും. ഇതാണ് നമ്മളുടെ സമയക്രമീകരണം എന്ന് അറിയിക്കുന്നു. ഇപ്പോൾ ഈ ഡോക്യുമെൻ്ററിയുടെ വിവിധ ഭാഗങ്ങൾ, ഇത് വടക്കൻ ഭദ്രാസനത്തിലെ അവിടുത്തെ ചില പീഡയുടെ നിമിഷങ്ങളാണ് എന്ന് മനസ്സിൽ കണ്ടുകൊണ്ട് കാണാം. 11:45 ഇവിടെ അമ്മയിലച്ഛൻ ബാക്കി കാര്യങ്ങൾ ഇവിടെ സമയമനുസരിച്ച് അച്ഛൻ വൈദിക സംഘം സെക്രട്ടറി പ്രസ്താവിച്ചുകൊണ്ട് അതനുസരിച്ച് ഫോളോ ചെയ്യും. ഇവിടെ നിന്ന് ഇറങ്ങുന്ന അവസരത്തിൽ ഒരു 100 പ്ലക്കാർഡുകൾ തയ്യാറായിട്ടുണ്ട്. അത് അവിടെ ഒരു അച്ഛനെ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് അച്ഛൻ അത് ഓരോരുത്തർക്ക് നൽകുമ്പോൾ അത് കയ്യിൽ നിവർത്തി പിടിച്ചുകൊണ്ട് അവിടെ പോകാവുന്നതാണ് എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ജാഥയായിട്ടല്ല, അത് കയ്യിൽ പിടിക്കുന്നു എന്നേ ഉള്ളൂ എന്ന കാര്യവും ഓർമ്മിപ്പിക്കുന്നു.